അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ സിദി സിഖ്തി റഹിമഹുല്ല, അദ്ദേഹം ഷാമിലെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുക. ആ പോകുന്ന സമയത്ത് ആ നാട്ടിൽ വലിയ ഒരു സൂഫി ഉണ്ട് എന്നറിയുകയും അദ്ദേഹത്തെ കാണാനുള്ള ആകാംക്ഷയോടെ ആഗ്രഹത്തോടു കൂടെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തു. ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഇരുന്ന് കരയുന്നുണ്ട്, നല്ല കരച്ചിലാണ്. അങ്ങനെ അതിലും സലാം പറഞ്ഞു, സലാം അടക്കി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവ പറഞ്ഞ മറുപടി നമ്മളൊക്കെ ചിന്തിക്കണം. അദ്ദേഹം പറയാ, എങ്ങനെയാണ് കരയാതിരിക്കുക, എങ്ങനെ നമ്മൾ സങ്കടപ്പെടാതിരിക്കും, എന്താണ് ഇന്ന് മനുഷ്യരുടെ അവസ്ഥ? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, അള്ളാഹുവിൻ്റെ ആ ഒരു രാജ്യവീതി എത്ര തെളിഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യർ വളഞ്ഞ വഴി സ്വീകരിച്ചു കൊണ്ട് നടക്കുകയാണ്. ആ രാജ്യവീതി, അള്ളാഹുവിലേക്കുള്ള വഴി നമുക്ക് തുറന്നു വെച്ചിട്ടും നമ്മൾ വളഞ്ഞ വഴി ചിന്തിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സത്യത്തിൻ്റെ അടയാളങ്ങൾ പോലും ഇന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, നേരം കൊല്ലികളായ ധാരാളം ആളുകൾ പ്രസംഗിക്കുന്നു, ആ പ്രസംഗം മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ അവരത് പകർത്തുന്നില്ല എന്നുള്ളത്. അങ്ങനെ അവർ ചെയ്യുന്നത് എന്താ? കുറുക്ക് വഴികൾ അന്വേഷിച്ചു കൊണ്ട് നടക്കാം. അവരിങ്ങനെ പറയാൻ ഉഷാറായിട്ട് പറയും, പക്ഷെ അവരും കുറുക്ക് വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മഹാനവറുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ക്ഷണികമായ ഈ ഭൗതികമായ സുഖങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് മുഴുകിയിരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കതിന് സാധ്യമാകുന്നത്? ഇങ്ങനെ മുഴുകിക്കഴിഞ്ഞാൽ പാരത്രികമായ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു കളയില്ലേ? ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കുകയാണ് മഹാനവറുകൾ. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പണ്ഡിതന്മാർ എന്തൊരു കുഴപ്പമാണ് ഇവരെ കാട്ടിക്കൂട്ടുന്നത്? പാവങ്ങളായ ആളുകളെ അഗാധ ഗർത്തത്തിലേക്ക്, തെറ്റുകളിലേക്ക് വലിച്ചിഴക്കുന്ന ആളുകളായി പണ്ഡിതന്മാരെ മാറിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എവിടെ പോയി നിസ്വാർത്ഥരായ ജ്ഞാനികൾ? എവിടെ പോയി പരിശുദ്ധമായ ത്യാഗികളായ ആളുകൾ? എവിടെ പോയി? ഇവരൊന്നും ഇന്ന് കാണാനില്ല. ഇന്ന് ആരെ മാത്രമാണ് കാണുന്നത്? തെക്കുവ ചെയ്യാത്ത ആളുകൾ തെക്കുവ കൊണ്ട് ഉപദേശിക്കുന്നു. രോഗിയായ ആൾ ഡോക്ടറായി വരുന്നത് പോലെ ആണ് ഇന്നത്തെ അവസ്ഥ എന്ന് ആ സൂഫി വര്യൻ മഹാനായ സിദി സിഖ്തി റഹിമഹുല്ലാഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെ പറയുമ്പം നമുക്ക് വലിയ സങ്കടം വന്നു പോകും. കാരണം പ്രസംഗിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയുമ്പം നമ്മളൊക്കെ തന്നെയല്ലേ അതിൻ്റെ ആളുകൾ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാലങ്ങൾക്കപ്പുറം ഈ നമ്മളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞ മഹാന്മാർ കഴിഞ്ഞുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തഖ്വയുള്ളവരായി അള്ളാഹു തആല മാറ്റിത്തരട്ടെ. പറയുന്നത് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നവരായി അള്ളാഹു നമ്മൾ മാറ്റിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.